ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. സംഘകാലത്തിന്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. സെയിം ടോപ്പിക് ഇംഗ്ലീഷിൽ ഇന്നലെ ചെയ്തിരുന്നു. സംഘകാലത്തെ പൊതുവെ രണ്ടായി തിരിക്കുന്നു. 3rd സെഞ്ച്വറി BC മുതൽ 3rd സെഞ്ച്വറി AD വരെയുള്ള ഏർലി സംഘവും 4th സെഞ്ച്വറി AD മുതൽ 10th സെഞ്ച്വറി AD വരെയുള്ള ലേറ്റ് സംഘവും. ഇനി ഈ വർഷങ്ങളെല്ലാം ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. ഏർലി സംഘകാലത്ത് നിന്നും ലേറ്റ് സംഘകാലത്തേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പൊളിറ്റിക്സിലെ ഷിഫ്റ്റും സൊസൈറ്റൽ സ്ട്രക്ചറിലെ ചേഞ്ചസുമാണ്. ലേറ്റർ സംഘകാലത്തെ സൊസൈറ്റീസ് പണ്ടത്തേതിലും കൂടുതൽ അഗ്രികൾച്ചർ ഓറിയന്റഡ് ആയി. ഇൻ ടേൺ അത് ആ സൊസൈറ്റിയുടെ എക്കോണമിയെയും എഫക്റ്റ് ചെയ്തു. ഏർലി സംഘകാലത്ത് കണ്ടക്ട് ചെയ്ത 3 സംഘങ്ങളെയാണ് സംഘം എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ സംഘങ്ങളെ അല്ലെങ്കിൽ സംഗമങ്ങളെ ഇന്നത്തെ കാലത്തെ ഇന്റർനാഷണൽ കോൺഫറൻസസുമായിട്ട് കമ്പയർ ചെയ്യാവുന്നതാണ്. പലയിടങ്ങളിൽ നിന്നുമുള്ള സ്കോളേഴ്സും ആർട്ടിസ്റ്റുകളും ഒത്തുകൂടിയ സംഘങ്ങൾ. ഫേമസ് ആയ ആദ്യത്തെ സംഘത്തെ സംബന്ധിക്കുന്ന ഒരു ഡോക്യുമെന്റും ഇന്ന് സർവൈവ് ചെയ്യുന്നില്ല. ഇന്ദ്രദേവനാണ് അതിന് നേതൃത്വം കൊടുത്തതെന്നാണ് കഥ. ഏതായാലും പിന്നീടത്തെ സംഘങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് പാണ്ഡ്യ രാജാക്കന്മാരായിരുന്നു. മാത്രമല്ല, സംഘകാല സാഹിത്യങ്ങളിൽ പലതും പാണ്ഡ്യ രാജാക്കന്മാരുടെ നാടിനെയും നാട്ടുകാരെയും കുറിച്ചുള്ളതാണ്. സംഘകാലത്ത് ഇന്ത്യയുടെ സദേൺ പെനിൻസുല തമിഴകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തെ 5 മണ്ഡലങ്ങളായി തിരിച്ചിരുന്നു. പ്രോബബ്ലി പൊളിറ്റിക്കൽ റീസൺസിനായിരുന്നിരിക്കണം. തൊണ്ടൈ മണ്ഡലം, ചോളം, പാണ്ഡ്യം, ചേരം, പിന്നെ കൊങ്ങുനാട്. ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന പ്രദേശത്തെ പ്രധാനമായിട്ടും ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ 5ആയി തിരിച്ചിരുന്നു. ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം പറഞ്ഞത് തമിഴകത്തിന്റെ ഡിവിഷനാണ്. ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്ന് കേരളം എന്ന് പറയുന്ന ഈ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ അതിന്റെ ജിയോളജിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻസ് ആണ്. ചീഫ്റ്റൻസ് അഥവാ വേൾമാരുടെ നാടായ വേണാട്. രണ്ടാമത് ലാൻഡ് ഓഫ് ലേക്സ് ആയ കുട്ടനാട്. മൂന്നാമത് വെസ്റ്റേൺ ലാൻഡ്സ് അഥവാ കൊങ്ങുനാടിന് വെസ്റ്റിലുള്ള നാടായ കുടനാട്. മാർഷി ലാൻഡ്സ് ആയ പൂഴിനാട്. പിന്നെ 5ആമത് ഇംപ്രഗ്നബിൾ ലാൻഡ്സ് ആയ കർക്കനാട്. ഇനി നമുക്ക് പൊളിറ്റിക്സ് നോക്കാം. ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന പ്രദേശത്ത് ഏർലി സംഘകാലത്ത് പ്രധാനമായും 3 കിങ്ഡംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സൗത്തിൽ ആയ് കിങ്ഡം, നോർത്തിൽ ഏഴിമല റൂളേഴ്സ്, പിന്നെ ഇടയിൽ ചേര ഡൈനാസ്റ്റി. ദക്ഷിണ നളന്ദ എന്നറിയപ്പെട്ടിരുന്ന കാന്തള്ളൂർ ശാല ആയ് രാജാക്കന്മാരുടെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വലിയ ശാല എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന ഈ വിദ്യാലയം പഴയ കാന്തള്ളൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ആദ്യം വിഴിഞ്ഞത്തായിരുന്നുവെന്നും പിന്നീട് മാറ്റിയാണ് വലിയ ശാലയിൽ കൊണ്ടുവന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ആയ് നാട്ടിലെ ഫേമസ് പോർട്ടായിരുന്നു വിഴിഞ്ഞം. അന്നത്തെ ഏറ്റവും പ്രോമിനന്റ് രാജാക്കന്മാരായിരുന്ന ചേരന്മാരുടെ ക്യാപിറ്റൽ ഇന്ന് തമിഴ്നാട്ടിലെ കരൂർ എന്നറിയപ്പെടുന്ന വഞ്ചി, പിന്നെ തൊണ്ടി എന്നീ സ്ഥലങ്ങളിലായിരുന്നു. ലേറ്റർ സംഘകാലത്ത് ആയ് രാജാക്കന്മാരും ഏഴിമല രാജാക്കന്മാരും ക്ഷയിക്കുകയും സെക്കൻഡ് ചേര ഡൈനാസ്റ്റി പ്രോമിനൻസിൽ വരികയും ചെയ്തു. സെക്കൻഡ് ചേര ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാർ പെരുമാൾമാരായിരുന്നു. അവരുടെ ക്യാപിറ്റൽ ആദ്യം മഹോദയപുരമായിരുന്നു. ചോഴ യുദ്ധത്തിൽ അത് നശിച്ചപ്പോൾ ക്യാപിറ്റൽ പിന്നീട് കൊല്ലത്തേക്ക് മാറ്റുകയും ചെയ്തു. അക്കാലത്തായിരുന്നു ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിർമ്മിതിയും. ഒരു കാര്യം കൂടി, ലേറ്റ് സംഘകാലത്തായിരുന്നു സൗത്ത് ഇന്ത്യയിൽ പല്ലവ ഡൈനാസ്റ്റിയും ചാലൂക്യ ഡൈനാസ്റ്റിയും പ്രോമിനൻസിൽ വന്നത്. ഇനി അന്നത്തെ സൊസൈറ്റി നോക്കുകയാണെങ്കിൽ ഫേമസ് ആൻഡ് റെസ്പെക്റ്റഡ് ആയിരുന്ന ഔവയാർ എന്ന പോയറ്റസിന്റെ കാലമായിരുന്നു അത്. ജോലിയുടെ അടിസ്ഥാനത്തിൽ സൊസൈറ്റൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിലും എക്സ്പ്ലിസിറ്റ് ആയ വർണ്ണ സിസ്റ്റം ഉണ്ടായിരുന്നില്ല. ജെൻഡർ, കാസ്റ്റ് എന്നിവയുടെ പേരിലെ ഡിസ്ക്രിമിനേഷനും അന്ന് ഉണ്ടായിരുന്നില്ല. പോയറ്റ്സ്, സ്കോളേഴ്സ് ആൻഡ് ഹീറോസ് ആയിരുന്നു ഏറ്റവും ആദരിക്കപ്പെട്ടിരുന്നത്. മറ്റൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്തായിരുന്നെന്നാൽ ലോകത്തെ മറ്റ് സൊസൈറ്റീസിലെ പോലെ പൊതുജനത്തിൽ നിന്നും ഏറെ വിട്ടുനിൽക്കുന്നവർ ആയിരുന്നില്ല രാജാവ് ഉൾപ്പെടെയുള്ള അധികാരികൾ. ഇനി ആ കാലത്തെ റിലീജിയൻ നോക്കിയാൽ ടോപ്പോഗ്രഫിയുടെയും ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു ദൈവങ്ങളും ആരാധനയും. തമിഴകത്തെ ഏറ്റവും പോപ്പുലർ ആയിരുന്ന ദൈവം മുരുകനായിരുന്നു. സംഘകാലത്തെ ലിറ്ററേച്ചറായ 10 പാട്ടിലെ ഒരെണ്ണം തമിഴകത്തെ മുരുകക്ഷേത്രങ്ങളുടെ വർണ്ണനയ്ക്കായി മാത്രം മാറ്റിവെച്ചതാണ്. ഇനി തമിഴകത്തെ ടോപ്പോഗ്രഫി ജിയോളജിക്കൽ ഫീച്ചേഴ്സിന്റെ അടിസ്ഥാനത്തിൽ 5ആയി ഡിവൈഡ് ചെയ്തിരുന്നു. ആദ്യം പറഞ്ഞ മണ്ഡലങ്ങൾ അത് വേറെയാണ്. ഇത്
ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൻ്റെ അല്ലെങ്കിൽ ജിയോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഡിവിഷനാണ്. ഇതിൻ്റെ ബേസിസിലാണ് ദൈവങ്ങൾ വരുന്നത്. ആദ്യമായി കുറിഞ്ഞി, ഹില്ലി ഏരിയാസ്. കുറിഞ്ഞിയുടെ ദൈവമായിരുന്നു മുരുകൻ. രണ്ടാമത്തേത് മുല്ലൈ, ഫോറസ്റ്റ് റീജിയൻ. മായനായിരുന്നു അവിടുത്തെ ദൈവം. മെയിൻ സ്ട്രീം ഹിന്ദു റിലീജിയനുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഈ ദൈവം വിഷ്ണുവായി മാറി. മൂന്നാമത്തേത് മരുതം, അഗ്രികൾച്ചറൽ ലാൻഡ്. അവിടുത്തെ സേനൻ എന്ന ദൈവം പിന്നീട് ദേവേന്ദ്രനായി മാറി. നാലാമത്തേത് നെയ്തൽ, കോസ്റ്റൽ ഏരിയാസ്. അവിടുത്തെ ദൈവത്തിന് പഴയ പേരുണ്ടെങ്കിൽ അതറിയില്ല, ഇന്നത് വരുണനാണ്. അഞ്ചാമത്തേത് പാലൈ, ബാരൻ ലാൻഡ്. ഇവിടുത്തെ ദൈവമായിരുന്നു തമിഴകത്തെ സെക്കൻഡ് മോസ്റ്റ് പോപ്പുലർ ദൈവം, യുദ്ധദേവതയായ കൊട്രവൈ. ലേറ്റ് സംഘകാലത്ത് തന്നെ മെയിൻ സ്ട്രീം ഹിന്ദുയിസം തമിഴകത്തെത്തി. സെൻട്രൽ ഏഷ്യയിൽ നിന്നുമുള്ള മൈഗ്രേഷൻ തിയറി ഡിസ്പ്രൂവ്ഡ് ആയെങ്കിലും ഇന്ത്യയിലെ നോർത്തേൺ റീജിയൻസിലെ കൾച്ചർ ഇവിടേക്ക് എത്തി എന്നത് ഒരു ഫാക്റ്റാണ്. മാത്രമല്ല, മധുരയ്ക്കടുത്ത് കീഴടി എക്സ്കവേഷൻ സൂചിപ്പിക്കുന്നത് പഴയ സിന്ധു നദീതട സംസ്കാരവും അതായത് ഇൻഡസ് വാലി സിവിലൈസേഷനും ദ്രാവിഡ സംസ്കാരവും തമ്മിലുള്ള ബന്ധമാണ്. സംഘകാലത്ത് തമിഴകത്ത് ബുദ്ധിസവും ജൈനിസവും ഉണ്ടായിരുന്നു. ലേറ്റ് സംഘകാലത്ത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമിഴകത്ത് വേരുറപ്പിച്ചു. വിത്ത് ദാറ്റ് ഇന്നത്തെ ടോപ്പിക് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. കമൻറ്റ്സ് ആൻഡ് ഒപ്പീനിയൻസ് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ഓൺ ദ ബെൽ ഐക്കൺ ഫോർ മോർ ഓഫ് മൈ വീഡിയോസ്. താങ്ക് യു.